കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഞാൻ സ്നേഹവന്ദനം പറയുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാനിന്ന് നിങ്ങളുമായി അല്പസമയം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയും ദൈവമക്കളാകുന്ന നാം ദൈവസഭയിൽ ആചരിക്കപ്പെടേണ്ട അനുഷ്ഠിക്കേണ്ടതായ ഒരു ശുശ്രൂഷയാണ് തിരുവത്താഴ ശുശ്രൂഷ. ആ തിരുവത്താഴ ശുശ്രൂഷ നടക്കുമ്പോൾ അല്ലെങ്കിൽ നടത്തുമ്പോൾ അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുമ്പോൾ ആ പങ്കെടുക്കുന്നവരും നടത്തുന്നവരും മനസ്സിലാകാത്തതായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാകാത്ത ചില സത്യങ്ങൾ ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ചില വചനങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങളെ ചൂണ്ടിക്കാണിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ്. ഞാനതിന് ഇങ്ങനെ പറയുവാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ തിരുവത്താഴ ശുശ്രൂഷ സഭകളിൽ നടക്കുമ്പോൾ പല ദൈവമക്കളും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാതെ മാറിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. അപ്പോൾ അവർ മാറിയിരിക്കുന്നത് എന്താണ് എന്ന് ചിലരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിന് വ്യക്തമായൊരു കാരണം പറയുകയില്ല. ഒന്നുമില്ല സൗര എന്ന് മാത്രമേ പറയത്തുള്ളൂ. എന്നാൽ തിരുവത്താഴ ശുശ്രൂഷയിൽ നിന്ന് മാറിയിരുന്നാൽ നമുക്ക് വരാകുന്ന നഷ്ടം അല്ലെങ്കിൽ അതുകൊണ്ടുള്ള കുഴപ്പം അതെന്താണെന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ നമ്മെ രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു. ആ ഒന്നാം വരവിനെ ഓർക്കുവാനും രണ്ടാമത് യേശുക്രിസ്തു വരും എന്നോർക്കുവാനും വേണ്ടി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷയാണ് തിരുവത്താഴ ശുശ്രൂഷ. ആ ശുശ്രൂഷ വളരെ ഗൗരവതരമായി നാം കാണേണ്ടതും വളരെ സന്തോഷത്തോടും ആത്മാർത്ഥതയോടും കൂടെ നാം അത് അനുഭവിക്കേണ്ടതുമാണ്. അപ്പം അങ്ങനെ ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ കാര്യം, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ വാസ്തവം എന്താണെന്ന് അനേകർക്കും അറിയില്ലാത്തത് കൊണ്ടാണ് അവർ അതിൽ നിന്ന് പലപ്പോഴും മാറിയിരിക്കുന്നത്. അപ്പോൾ ശുശ്രൂഷയിൽ നിന്ന് നമുക്ക് മാറിയിരിക്കാനുള്ളതായ തക്കതായ രണ്ട് കാരണങ്ങൾ മാത്രമേ വേദപുസ്തകം പറയുന്നുള്ളൂ. ആ വേദപുസ്തകം പറയുന്ന രണ്ട് കാരണങ്ങൾ ഇതാണ്. ഒന്ന്, വിഗ്രഹാർപ്പിതങ്ങളായ കാര്യങ്ങൾ തിന്നുവച്ച് വന്നിട്ട് കർത്തൃമേശയിൽ നിന്ന് എടുക്കാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സഭയിൽ ഭിന്നത വെച്ചുകൊണ്ട് അസൂയയും വിദ്വേഷവും കയ്പും വെറുപ്പും വെച്ചുകൊണ്ട് കർത്തൃമേശ അനുഭവിക്കരുത്. അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാലല്ലാതെ മറ്റ് യാതൊരു കാരണം കൊണ്ടും കർത്തൃമേശ എടുക്കാതെ മാറിയിരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വിഷയം ഞാനിപ്പോൾ പറയുന്നില്ല. കർത്തൃമേശയിൽ നിന്നും മാറിയിരുന്നാൽ നമുക്കുണ്ടാകുന്ന നഷ്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്ക് നിത്യജീവൻ നഷ്ടമാകുമെന്നുള്ളതും സ്വർഗരാജ്യം നഷ്ടമാകും എന്നുള്ളതുമാണ്. ഒരു പ്രാവശ്യം കൂടി പറയാം. കർത്തൃമേശയിൽ നമ്മൾ പങ്കെടുക്കാതെ മാറിയിരുന്നാൽ നമുക്ക് നഷ്ടം സംഭവിക്കുന്നത് നമ്മുടെ നിത്യജീവൻ നഷ്ടമാവുകയും സ്വർഗരാജ്യം നമുക്ക് നഷ്ടമാവുകയും ചെയ്യും എന്നുള്ള ആ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അതിനാധാരമായിട്ട് ഞാൻ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ചില വചനങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം വാക്യം ഞാൻ ആദ്യം വായിക്കാം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. അവിടെ 2 പ്രാവശ്യം ആ വചനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുകയാണ്, ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. അതിന് നേരെ എതിര് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാലോ, ഈ അപ്പം തിന്നാത്തവൻ ഒന്നും ജീവിക്കുകയില്ല. യേശുക്രിസ്തു പറഞ്ഞത് ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. അതായത് പിന്നീട് അവന് മരണമുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. അപ്പോൾ ഈ അപ്പം തിന്നാത്തവനോ എന്നേക്കും ജീവിക്കുന്നില്ല. ആ യേശുക്രിസ്തു പറഞ്ഞിങ്ങനെയാണ്,
ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. അപ്പോൾ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് അതിക്രമം കൊണ്ടും പാപം കൊണ്ടും മരിച്ച മാനവരാശിക്ക് ജീവൻ നൽകുവാൻ, നിത്യജീവൻ നൽകുവാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു ലോകത്തിൽ വന്നത്. പിതാവായ ദൈവം പാപികളായ മനുഷ്യവർഗത്തെ സ്നേഹിച്ചുകൊണ്ട് ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് തൻ്റെ ഏകജാതനായ പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് അവനിൽ വിശ്വസിച്ച് പാപിയായ മനുഷ്യൻ നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത്. ആ പുത്രൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണെന്ന് യേശു തന്നെ തിരുവായി മൊഴിഞ്ഞ് നമ്മളോട് പറഞ്ഞു. അപ്പം മനുഷ്യർക്ക് ജീവൻ ഉണ്ടാകുവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തു പറയുന്നത് ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ 6-ാം അധ്യായത്തിൻ്റെ ഓരോ വാക്യം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. 6-ാം അധ്യായത്തിൻ്റെ 53-ാം വാക്യം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: യേശു അവരോട് പറഞ്ഞത്, ഇത് യഹൂദന്മാരോട് പറഞ്ഞ കാര്യമാണ്. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. അപ്പോൾ ഈ തിരുവത്താഴ സമയത്ത് നാം കഴിക്കുന്നത് എന്താണ്? യേശുക്രിസ്തുവിൻ്റെ ശരീരവും യേശുക്രിസ്തുവിൻ്റെ രക്തവുമാണ് നമ്മൾ കഴിക്കുന്നത്. ഇവിടെ യേശുക്രിസ്തു പറയുകയാണ്, മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരിക്കുന്നവന് ഉള്ളിൽ ജീവനില്ല. അപ്പോൾ ഈ അപ്പം കഴിക്കുന്നത്, ഈ അപ്പം ജീവൻ്റെ അപ്പമാണ്. അപ്പോൾ അപ്പം കഴിക്കുന്നത് നമ്മുടെ ജീവന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ അപ്പം കഴിക്കാത്തവന് ജീവനില്ല എന്നാണ് യേശുക്രിസ്തു പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു ജീവൻ്റെ അപ്പമാണ്. അവൻ പാപിയായ മനുഷ്യ സമൂഹത്തെയാണ് ലോകമെന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിന് വേണ്ടി ജീവൻ കൊടുക്കുവാൻ വന്ന, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ് യേശുക്രിസ്തു. അത് കഴിക്കാത്തവന് ഉള്ളിൽ ജീവനില്ല എന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. അടുത്ത വാക്യം ഞാൻ വായിക്കാം, 54-ാം വാക്യം: എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ 54-ാം വാക്യത്തിൽ പറഞ്ഞു, എൻ്റെ രക്തം കുടിക്കാതെയും എൻ്റെ മാംസം തിന്നാതെയും ഇരിക്കുന്നവന് ഉള്ളിൽ ജീവനില്ല. അത് കഴിഞ്ഞ് യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ മാംസം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ മാംസം, അവൻ ജീവനുള്ള അപ്പമാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണ്. ആ അപ്പം എന്ന് ആദ്യം യേശുക്രിസ്തു പറഞ്ഞിട്ട് പിന്നെ യേശുക്രിസ്തു അതിൻ്റെ മാംസം എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം യേശുക്രിസ്തു പറഞ്ഞ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ്. അപ്പോൾ ഈ അപ്പം അനേകർക്ക് ജീവനുണ്ടാകാൻ വേണ്ടി കൊടുക്കുന്ന എൻ്റെ മാംസമാണ്. അപ്പോൾ അപ്പം എന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നീട് അത് മാംസം എന്ന് പറയുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശരീരം നാം ഭക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ മാംസം നാം ഭക്ഷിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ജീവൻ ഉണ്ടാകുന്നത്. നമുക്ക് ജീവൻ ഉണ്ടാകാനാണ് യേശു ലോകത്തിൽ വന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു 54-ാം വാക്യത്തിൽ പറയുന്നത്, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്.
ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. നാം ഉയർത്തെഴുന്നേറ്റ് തെസ്സലോനിക്ക ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന അങ്ങനെയല്ലേ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം യേശുക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, കല്ലറകളിലുള്ളവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വരവിങ്കൽ, യേശുക്രിസ്തുവിൻ്റെ ശബ്ദത്തിങ്കൽ ക്രിസ്തുവിൽ മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത് വേദപുസ്തകം നമുക്ക് നൽകുന്ന പ്രത്യാശയുടെ സന്ദേശമാണ്. എന്നാൽ ആ ഉയർത്തെഴുന്നേൽപ്പിന് നിദാനമായിരിക്കുന്ന ഒരു കാര്യം, ലോകത്തിൻ്റെ ജീവന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ്റെ അപ്പമായ യേശുക്രിസ്തുവിൻ്റെ മാംസം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവനെ ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. എൻ്റെ മാംസം തിന്നാതെയും എൻ്റെ രക്തം കുടിക്കാതെയും ഇരിക്കുന്നവൻ്റെ ഉള്ളിൽ ജീവനില്ല. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മാംസം ഭക്ഷിക്കുകയും യേശുവിൻ്റെ രക്തം കുടിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ നാം അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ മാംസം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാലും യേശുവിൻ്റെ രക്തം കുടിക്കുക എന്ന് പറഞ്ഞാലും ഇത് രണ്ടും നാം ഉള്ളിൽ സ്വീകരിക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഉള്ളിലാക്കുക എന്നുള്ളതാണ്. മാംസം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളിലാക്കണം, രക്തം കുടിക്കുക എന്ന് പറഞ്ഞാൽ അതും ഉള്ളിലാക്കണം എന്നുള്ളതാണ്. അപ്പോൾ യേശുവിനെ ഉള്ളിലാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, അതിൻ്റെ 6-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം ഞാനിങ്ങനെ വായിക്കാം, 6:56. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മാംസം ഭക്ഷിക്കുകയും യേശുക്രിസ്തുവിൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുമ്പോൾ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുമെന്നാണ് പറഞ്ഞത്. അതാണ് നാം തിന്നുകയും കുടിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ ഉള്ളിലാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുന്നവൻ്റെ ഉള്ളിൽ ഞാൻ വസിക്കും. അപ്പം ഞാൻ അവൻ്റെ ഉള്ളിൽ വസിക്കുമെന്നാണ് യേശു പറഞ്ഞത്. അപ്പം യേശുവിനെ ഉള്ളിലാക്കുക എന്നുള്ള കാര്യമാണ് നാം തിരുവത്താഴം അനുഭവിക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പം യേശു ഉള്ളിലായി കഴിഞ്ഞാൽ നിത്യജീവൻ നമ്മുടെ ഉള്ളിലായി എന്നുള്ളതാണ്. അപ്പോൾ യേശു പറഞ്ഞു, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ആ നിത്യജീവൻ യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ആ നിത്യജീവൻ എവിടെയാണ് ഇരിക്കുന്നതെന്നറിയാമോ? യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ യോഹന്നാൻ പറയുന്നത് ഇങ്ങനെയാണ്, പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവനില്ല. ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവൻ്റെ പുത്രനിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നിത്യജീവനായിട്ട് ജീവൻ്റെ അപ്പമായിട്ട് ലോകത്തിലേക്ക് അയച്ചു. ആ ജീവൻ ഇരിക്കുന്നത് പുത്രനിലാണ്. അപ്പോൾ പുത്രനെ നമ്മുടെ ഉള്ളിലാക്കണം. അതിനവൻ്റെ മാംസം തിന്നണം, അവൻ്റെ രക്തം കുടിക്കണം. അപ്പോൾ യേശു പറഞ്ഞു, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനിൽ ഞാൻ വസിക്കുന്നു, ഞാൻ വാസം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ യേശുക്രിസ്തുവിനെ ഉള്ളിലാക്കുവാനുള്ള ശുശ്രൂഷയാണ് അപ്പം തിന്നുന്നതും രക്തം കുടിക്കുന്നതും. ആ ശുശ്രൂഷയിൽ നിന്ന് മാറിയിരുന്നാൽ ഉണ്ടാകുന്ന 2 നഷ്ടങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒന്ന്, അതിൽ നിന്ന് മാറിയിരിക്കുന്നവന് നിത്യജീവനില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതല്ല, ഇത് യേശു പറഞ്ഞതാണ്, ഞാൻ വായിച്ചു കേൾപ്പിച്ചു. എൻ്റെ മാംസം തിന്നാതെയും രക്തം കുടിക്കാതെയും ഇരിക്കുന്നവന് നിത്യജീവനില്ല, അവൻ്റെ ഉള്ളിൽ ജീവനില്ല. കാരണം അവൻ്റെ ഉള്ളിൽ ക്രിസ്തുവില്ല എന്നുള്ളതാണ്. കാരണം നിത്യജീവൻ ഇരിക്കുന്നത് ക്രിസ്തുവിലാണെന്ന് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ പറയുകയും
അപ്പം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യാത്തവൻ്റെ ഉള്ളിൽ ജീവനില്ല എന്ന് പറയുകയും ഇത് രണ്ടും യോഹന്നാൻ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നിത്യജീവൻ യേശുവിലാണെന്നും അപ്പം തിന്നുകയും പാനപാത്രവും കുടിക്കുകയും ചെയ്യുന്നവൻ്റെ ഉള്ളിൽ യേശു വസിക്കുന്നു എന്നും യോഹന്നാൻ പറയുന്നു. അപ്പോൾ അപ്പം തിന്നാത്തവനും രക്തം കുടിക്കാത്തവനും ഒരു കാര്യം മനസ്സിലാക്കണം, അവൻ ക്രിസ്തുവിലുള്ള നിത്യജീവനെ അനുഭവിക്കാത്തവനാണ്, അതിൻ്റെ ഓഹരി പറ്റാത്തവനാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഉള്ളിൽ വാസം ചെയ്യാൻ അനുവദിക്കാത്തവനാണ് എന്നുള്ള സത്യം മനസ്സിലാക്കണം. അപ്പോൾ യേശുവിനെ നമ്മൾ ഭക്ഷിക്കുകയും യേശുവിൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുമ്പോൾ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുകയും അവൻ്റെ നിത്യജീവൻ നമ്മിൽ ആവുകയും ചെയ്യുകയാണ്. ഈ സത്യം അറിയാത്തത് കൊണ്ടാണ് അനേക ദൈവമക്കളും തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കെടുക്കാതെ പലപ്പോഴും മാറിയിരിക്കുന്നത്. മൂല്യമില്ലാത്ത കാരണങ്ങൾ കൊണ്ട് അവർ മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ കഷ്ടതരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഈ യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞത് തിരുവത്താഴത്തെക്കുറിച്ചല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അതും ഇതുമായിട്ട് എന്താണ് ബന്ധം എന്നൊരു പക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം. അപ്പോൾ യേശുക്രിസ്തു യഹൂദന്മാരോട് 5 അപ്പം കൊണ്ട് 5000-ത്തിലധികം പേരെ പോഷിപ്പിച്ച സംഭവത്തോടുള്ള ബന്ധത്തിൽ യഹൂദന്മാരോട് സംസാരിച്ചപ്പോൾ യേശുക്രിസ്തു പറഞ്ഞത് എന്താണെന്നറിയോ? അതിൻ്റെ 6-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. 6-ാം അധ്യായം 52-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ആകയാൽ യഹൂദന്മാർ നമുക്ക് തൻ്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവൻ എങ്ങനെ കഴിയും എന്ന് പറഞ്ഞ് തമ്മിൽ തർക്കിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. അപ്പോൾ അത് അന്നേരം നടക്കേണ്ട സംഭവം അല്ല യേശുക്രിസ്തു പറഞ്ഞത്, പിന്നീട് നടക്കേണ്ട കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല. അത് അപ്പോൾ കുടിക്കണമെന്നും അപ്പോൾ തിന്നണമെന്നും അല്ല യേശുക്രിസ്തു പറഞ്ഞത്. അപ്പോൾ യേശുക്രിസ്തു മുൻകൂട്ടി ഈ കാര്യം പറഞ്ഞു, യേശുക്രിസ്തുവിനെ ഉള്ളിലാക്കുന്ന കാര്യം. അപ്പോൾ യേശുക്രിസ്തു തിരുവത്താഴം സ്ഥാപിച്ചപ്പോൾ ഈ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ശരീരമാകുന്നു, നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരമാണ്. ഇത് നിങ്ങൾക്കിടെ പാവങ്ങളുടെ മോചനത്തിനായി പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തമാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യണം എന്ന് യേശുക്രിസ്തു പറഞ്ഞു. യഹൂദന്മാരോടും യേശുക്രിസ്തു ഇത് തന്നെയാണ് പറഞ്ഞത്, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യണം. ഇത് തന്നെയാണ് തിരുവത്താഴ സമയത്ത് ശിഷ്യന്മാരോടും പറഞ്ഞത്, നിങ്ങൾ എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യണം. അപ്പം മാംസം തിന്നുകയും രക്തം കുടിക്കുകയും ചെയ്യുന്നവന് ഉള്ളിൽ ജീവനുണ്ട്, ഇല്ലാത്തവന് ഉള്ളിൽ ജീവനില്ല. അപ്പോൾ തിരുവത്താഴത്തിൽ നിന്നും മാറിയിരിക്കുന്ന വിശ്വാസി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യേശുക്രിസ്തുവിനെ ഉള്ളിലാക്കാനുള്ള ശുശ്രൂഷയാണ് തിരുവത്താഴ ശുശ്രൂഷ. അതിൽ നിന്ന് മാറിയിരുന്നാൽ അതിൻ്റെ അർത്ഥം യേശുക്രിസ്തുവിലുള്ള നിത്യജീവൻ നീ ആവശ്യപ്പെടുന്നില്ല, ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം തിരുവത്താഴം കഴിക്കുന്ന പ്രിയ സൗരസൗരന്മാരെ ഞാൻ നിങ്ങളോട് പറയാം, വിഗ്രഹാർപ്പിതമായ കാര്യങ്ങൾ കഴിക്കാതെ സഭയിൽ ഭിന്നത വെച്ചുകൊണ്ട് മറ്റു കൂട്ടു സഹോദരന്മാരോട് പകയും വെറുപ്പും വിദ്വേഷവും വെച്ചുകൊണ്ട് ഈ 2 കാരണങ്ങളാലല്ലാതെ മറ്റൊരു കാരണം കൊണ്ടും കർത്തൃമേശയിൽ നിന്ന് അകന്നിരിക്കരുത്, മാറിയിരിക്കരുത്. കർത്തൃമേശയിൽ നിന്ന് മാറിയിരിക്കാൻ വേറെ യാതൊരു കാരണവും വേദപുസ്തകം പറയുന്നില്ല. അപ്പോൾ ഈ 2 കാരണങ്ങളാലല്ലാതെ കർത്തൃമേശയിൽ നിന്ന് മാറിയിരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കുള്ളിൽ ജീവനുണ്ടാകുവാൻ, നിത്യജീവൻ ഉണ്ടാകുവാൻ വേണ്ടിയാണ് യേശു വന്നത്. ആ യേശുവാണ് പറഞ്ഞത്, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ്റെ ഉള്ളിൽ ജീവനുണ്ട്. എൻ്റെ മാംസം തിന്നാതെയും എൻ്റെ രക്തം കുടിക്കാതെയും ഇരിക്കുന്നവൻ്റെ ഉള്ളിൽ ജീവനില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞ ഈ വീഡിയോ അവസാനിപ്പിക്കാം.
എല്ലാ ഞായറാഴ്ചയും കർത്തൃമേശ എല്ലാ സഭകളിലും എടുക്കാറില്ല. അപ്പോൾ തിരുവത്താഴ് ശുശ്രൂഷ എടുക്കുന്ന സമയത്തെല്ലാം നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവിനെ നമ്മൾ ഓർക്കുന്നു. അതായത് ഒന്നാം വരവ് നമുക്ക് വേണ്ടി അവൻ മരണം വരിക്കാൻ വന്നതാണ്. അതുകൊണ്ട് അവൻ്റെ മരണത്തെ നമ്മൾ ഓർക്കുന്നു. ഒന്നാം വരവിനെ നമ്മൾ ഓർക്കുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം, അപ്പം രണ്ടാമത് കർത്താവ് വരുമെന്നുള്ള ഓർമ്മയും അതിനകത്താണ്. അപ്പോൾ ഒന്നാം വരവിനെ ഓർക്കുന്നതും രണ്ടാം വരവിനെ ഓർക്കുന്നതുമായി ശുശ്രൂഷയാണ് തിരുവത്താഴ് ശുശ്രൂഷ. അപ്പോൾ തിരുവത്താഴ് ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് കർത്താവിനെ ഓർക്കുക, കർത്താവിനെ ആസ്വദിക്കുക, കർത്താവിനെ ഉള്ളിലാക്കുക, കർത്താവിൻ്റെ ജീവനിൽ നിറയുക എന്നുള്ളതാണ് തിരുവത്താഴം കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ഈ സത്യം മനസ്സിലാക്കാത്ത വിശ്വാസികൾ, അവർക്ക് കർത്താവും വേണ്ട, കർത്താവിനോടുള്ള കൂട്ടായ്മയും വേണ്ട, അനുഗ്രഹത്തിൻ്റെ പാനപാത്രവും വേണ്ട, അവർ ഇങ്ങനെ വേറെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്നും പറഞ്ഞ് കർത്തൃമേശയിൽ നിന്ന് അകന്നിരിക്കുകയാണ്. പ്രിയ സഹോദരന്മാരെ, ഞാൻ പറയട്ടെ, നാം കുടിക്കുന്ന പാനപാത്രം അനുഗ്രഹത്തിൻ്റെ പാനപാത്രമാണ്. നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയാണ്. അപ്പോൾ ആ അപ്പം നമ്മുടെ ഉള്ളിലാക്കുമ്പോൾ നാം ക്രിസ്തുവിനെ ഉള്ളിലാക്കുകയാണ്. ആ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുന്നത് നാം ഉള്ളിലാക്കുമ്പോൾ നാം ക്രിസ്തു എന്ന അനുഗ്രഹത്തെ, ആ അനുഗ്രഹമായ നിത്യജീവനെ നാം ഉള്ളിലാക്കുകയാണ്. അപ്പോൾ ഇത്രയ്ക്ക് അനുഗ്രഹമായ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാതെ മാറിയിരിക്കുന്ന സഹോദരി സഹോദരന്മാർ ഒരു സത്യം മനസ്സിലാക്കണം. ഇതിൽ പങ്കെടുക്കാതെ മാറിയിരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല, നിങ്ങൾക്ക് നിത്യജീവനില്ല. അത് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ തിരുവായി മൊഴിഞ്ഞ വാക്കാണ്. അത് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇത് പറയാൻ കാരണം, ഞാൻ പല കൂട്ടായ്മകളിലും ചെല്ലുമ്പോൾ അവിടെ പലരും കർത്തൃമേശയിൽ പങ്കെടുക്കാതെ മാറിയിരിക്കാറുണ്ട്. ചിലരോടൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, എന്തിനാ സഹോദരൻ ഇങ്ങനെ മാറിയിരിക്കുന്നത്, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ പറയും, പ്രശ്നമൊന്നുമില്ല, എന്നാലും ഞാൻ എടുക്കുന്നില്ല എന്നേ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ അത് എടുക്കാത്തതിൻ്റെ ഗൗരവം അവർക്ക് മനസ്സിലായി. എടുക്കാതിരുന്നാൽ അവർക്ക് വരാവുന്ന നഷ്ടം. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും കർത്തൃമേശ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. കാരണം എല്ലാ ഞായറാഴ്ചയും കർത്താവിനെ ആസ്വദിക്കാം, എല്ലാ ഞായറാഴ്ചയും കർത്താവുമായിട്ട് കൂട്ടായ്മയുണ്ടാകാം, എല്ലാ ഞായറാഴ്ചയും കർത്താവിനെ ഓർക്കാം, എല്ലാ ഞായറാഴ്ചയും കർത്താവ് വരുമെന്നുള്ള കാര്യം ഓർക്കാം. അപ്പോൾ കർത്തൃമേശ നമ്മൾ ആഘോഷിക്കും തോറും, ആചരിക്കും തോറും നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുന്നു, ക്രിസ്തുവിൻ്റെ ജീവൻ വർദ്ധിക്കുന്നു, ക്രിസ്തുവിനെ നമ്മൾ അധികമധികമായി ആസ്വദിക്കുന്നു. ആണ്ടിലൊരിക്കൽ ചെയ്യുന്ന, അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ചെയ്യുന്ന, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഒന്ന് ചെയ്യുന്ന ആ തിരുവത്താഴ് ശുശ്രൂഷ ചെയ്യുന്ന സഭകളും വിശ്വാസികളുമെല്ലാം 3 മാസത്തിലൊരിക്കൽ കർത്താവിനെ ഓർക്കുകയും വർഷത്തിലൊരിക്കൽ കർത്താവിനെ ഓർക്കുകയും വർഷത്തിലൊരിക്കൽ മാത്രം കർത്താവിനെ അകത്താക്കുവാൻ നോക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ പരിതാപകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ക്രിസ്തുവിനെ കർത്തൃമേശ തിരുവത്താഴം ആഘോഷിക്കുന്ന സമയത്തെല്ലാം നാം ക്രിസ്തുവിൻ്റെ ഒന്നാം വരവിനെയും രണ്ടാം വരവിനെയും ഓർത്തുകൊണ്ട് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ പകർന്ന നിത്യജീവനെ നമ്മൾ അനുഭവമാക്കുകയാണ് തിരുവത്താഴത്തിലൂടെ. അതുകൊണ്ടാണ് ആ പാനപാത്രത്തിന് അനുഗ്രഹത്തിൻ്റെ പാനപാത്രം, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലയോ. അപ്പം നാം ആ പാത്രം നമ്മുടെ അനുഗ്രഹത്തിൻ്റെ പാനപാത്രമാണ്. എന്താണ് ക്രിസ്തു നമുക്ക് തന്ന അനുഗ്രഹം? ക്രിസ്തുവിലൂടെ പിതാവായി ദൈവം തന്ന അനുഗ്രഹം എന്താണ്? നമുക്ക് നിത്യജീവൻ തന്നു എന്നുള്ളതാണ്. ആ നിത്യജീവൻ ക്രിസ്തുവിലാണ് ഇരിക്കുന്നത്. ആ ക്രിസ്തുവിനെയാണ് നമ്മൾ ഉള്ളിലാക്കുന്നത്. ആ ഉള്ളിലാക്കുന്ന ശുശ്രൂഷയിൽ നിന്ന് മാറിയിരിക്കുന്നവൻ നിത്യജീവനിൽ നിന്നാണ് അകന്നു പോകുന്നത്, നിത്യജീവനിൽ നിന്നാണ് മാറിയിരിക്കുന്നത്. അവന് ദൈവരാജ്യത്തിലേക്ക് അവന് പ്രവേശനമില്ല. നിത്യജീവനില്ലാത്തവന് ദൈവരാജ്യത്തിൽ പ്രവേശനമുണ്ടോ? അപ്പോൾ കർത്തൃമേശയിൽ പങ്കെടുക്കാതെ മാറിയിരിക്കുന്ന സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് നിത്യജീവനും ലഭിക്കത്തില്ല, ദൈവരാജ്യവും ലഭിക്കത്തില്ല.
അപ്പോൾ അതുകൊണ്ട് കർത്തൃമേശ എന്ത് കാരണത്താലാണ് നാം അനുഭവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചത്, അതേ കാരണത്താൽ നാം ആ കർത്തൃമേശ അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. ആ ശുശ്രൂഷ കർത്താവ് വരുവോളം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ പെന്തക്കോസ്ത് സഭകൾക്ക്, ദൈവമക്കൾക്ക് കർത്താവിൻ്റെ വരവ് വരെ ആചരിക്കാൻ തന്ന ശുശ്രൂഷയാണ് തിരുവത്താഴ് ശുശ്രൂഷ. ആ തിരുവത്താഴ് ശുശ്രൂഷ ആണ്ടിലൊരിക്കൽ ചെയ്യുന്നതും 6 മാസം കൂടുമ്പോൾ ചെയ്യുന്നതും ഒന്നും ശരിയല്ല. അത് അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുന്നത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ നാം അപ്പം നുറുക്കാൻ കൂടി വന്നപ്പോൾ എന്നാണ്. അപ്പോൾ അവർ കൂടി വന്നത് തന്നെ അപ്പം നുറുക്കാനാണെന്ന് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടി വരുമ്പോൾ അപ്പം നുറുക്കുകയും ആ അപ്പം നുറുക്കുമ്പോൾ ആ അപ്പം ക്രിസ്തുവിനെ നാം ഉള്ളിലാക്കുന്നു, ആസ്വദിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ നാം ക്രിസ്തുവിലുള്ള നിത്യജീവൻ ആസ്വദിക്കുകയും ക്രിസ്തു നമുക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിൻ്റെ ഓഹരിക്കാരായി തീരുകയും ചെയ്യുകയാണ്. ഇതിൽ പങ്കെടുക്കാതെ മാറിയിരിക്കുന്നവർ ഈ 2 കാര്യങ്ങളും നഷ്ടമാക്കുകയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പാനപാത്രം, ആ അനുഗ്രഹം അവർ നഷ്ടമാക്കുകയാണ് എന്നുള്ളതാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തോടുള്ള കൂട്ടായ്മ അവർ നഷ്ടമാക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിനോടുള്ള കൂട്ടായ്മയും നിത്യജീവൻ്റെ ഓഹരിയും സ്വർഗരാജ്യത്തിൻ്റെ അവകാശവും നഷ്ടമാക്കുന്ന ഒരു അവസ്ഥയാണ് പ്രിയ സഹോദരന്മാരെ കർത്തൃമേശയിൽ നിന്നും മാറിയിരിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഉള്ളിലാക്കി ആസ്വദിക്കുവാനും ക്രിസ്തുവിലുള്ള നിത്യജീവൻ ആസ്വദിക്കുവാനും ക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ അവകാശികളാകുവാനും ക്രിസ്തുവിൻ്റെ വരവ് വരെയും ക്രിസ്തുവിനെ ഓർക്കുവാനും പ്രത്യാശ വർദ്ധിക്കുവാനുമുള്ള ആ ശുശ്രൂഷയിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ മാറിയിരിക്കരുത്, അകന്നിരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.